ഉക്രൈൻ റഷ്യ വിഷയത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയും പ്രശ്നങ്ങളും വീണ്ടും ഉടലെടുക്കുകയാണ്. ഇപ്പോ ഏറ്റവും ഒടുവിലായിരിക്കുന്ന വിഷയം പുറത്തു വരുന്നത് റഷ്യയുടെ സൈന്യം ഉക്രൈൻ പിടിച്ചെടുത്തിരിക്കുന്ന 16 ഗ്രാമങ്ങളിൽ 10 മോചിപ്പിച്ചു എന്നതാണ്. ശക്തമായിരിക്കുന്ന യുദ്ധം ഈ ഭാഗത്ത് നടന്നിരിക്കുന്നു എന്നുള്ളതും, എന്നാൽ സൈനികർക്കുണ്ടായിരിക്കുന്ന നാശനഷ്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കുറെ ദിവസങ്ങളായി റഷ്യയുടെ അകത്ത് കയറി ഉക്രൈന്റെ സൈന്യം ഗ്രാമങ്ങൾ പിടിച്ചെടുക്കുകയും ആ ഗ്രാമങ്ങളിൽ നിലയുറപ്പിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ അത് ഉക്രൈന്റെ ദേശത്തോടു കൂടി കൂട്ടിച്ചേർക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകും എന്നൊക്കെ വ്യത്യസ്ത മീഡിയകളൊക്കെ അഭിപ്രായം പറഞ്ഞതാണ്. റഷ്യ എന്ന് പറയുന്ന ലോകത്തിലെ വൻ ശക്തിയായിരിക്കുന്ന രാജ്യത്തിന്റെ ഭൂപ്രദേശത്തിലേക്ക് ഉക്രൈൻ എന്ന് പറയുന്ന സൈനിക സംവിധാനം കയറി ആ ഭൂപ്രദേശം പിടിച്ചെടുത്തു എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന രീതിയിലല്ല ലോകം വ്യാഖ്യാനിച്ചത്. വലിയ നാണക്കേടും വലിയ അപമാനം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യക്കുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു മോചനം എന്ന തരത്തിലാണ് വലിയ സൈനിക സംവിധാനത്തോടു കൂടി റഷ്യയിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശത്തിന്റെ, അതായത് ഗ്രാമങ്ങളിലെ 10 ഗ്രാമങ്ങളെ റഷ്യൻ സൈന്യം മോചിപ്പിച്ച വിവരം പുറത്തു വരുന്നത്. 1300 ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് ഉക്രൈന്റെ സൈന്യം പിടിച്ചെടുത്തിരുന്നത്. അതിൽ പരമാവധി ഭാഗങ്ങളൊക്കെ തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഇപ്പൊ നിലവിലുള്ള കാര്യം എന്ന് പറയുന്നത് ഈ റഷ്യയുടെ കറക്സ് മേഖലയുടെ ഭാഗങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള വലിയ ശ്രമങ്ങൾ ഇപ്പൊ നടക്കുന്നു എന്നുള്ളതാണ്. അതിനോടനുബന്ധിച്ച് ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കാൻ വേണ്ടി ഉക്രൈന് അമേരിക്ക അനുമതി നൽകിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് വലിയ രീതിയിൽ ഇപ്പോൾ കോളിലൊക്കെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ നേരിട്ട് കൊണ്ട് യുദ്ധം ചെയ്യാനോ അല്ലെ ഭൂപ്രദേശം പിടിച്ചെടുക്കാനോ അല്ലെ റഷ്യയുടെ അകത്ത് കയറി സൈന്യത്തിന് നേരെ ആക്രമണം നടത്താനോ ഇതുവരെ അമേരിക്ക പറഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോൾ അമേരിക്ക പറയുന്നത് ദീർഘദൂര മിസൈൽ നിങ്ങൾക്ക് പ്രയോഗിക്കാം, ഞങ്ങൾ അനുമതി നൽകിയിരിക്കുന്നു എന്ന തരത്തിലാണ്. അപ്പോൾ ഈ ബ്രിട്ടന്റെ നിർമ്മിതമായിരിക്കുന്ന ഷാം ഷലോൺ എന്ന് പറയുന്ന മിസൈല് പ്രയോഗിക്കാനുള്ള അനുമതി ബ്രിട്ടൻ നൽകിയിരിക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. അതിന് തിരിച്ചടിയായി റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുന്നത് നാറ്റോക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തും എന്നുള്ളതാണ്. യുദ്ധപ്രഖ്യാപനം എന്ന് പറയുന്ന സമയത്ത് ആണവായുധ ഉപയോഗവും ഞങ്ങൾ നടത്തുകയില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് സൈനികരുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രതിനിധി പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു. ഔദ്യോഗികമല്ലെങ്കിൽ പോലും യുദ്ധത്തിൽ വിജയിക്കുക എന്നുള്ളത് തങ്ങളുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അതിനുവേണ്ടി വന്നാൽ തങ്ങൾ ആണവായുധം പ്രയോഗിക്കും എന്ന തരത്തിലാണ് ആ പരാമർശങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അങ്ങനെ ആവുന്ന സമയത്ത് ഇപ്പോൾ നാറ്റോയുമായി നേരിട്ട് കൊണ്ടുള്ള ഒരു യുദ്ധം ഉണ്ടാവാനുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ദീർഘദൂര മിസൈൽ എന്ന് പറഞ്ഞാൽ ഉക്രൈന് റഷ്യ ആക്രമിക്കാൻ വേണ്ടി അമേരിക്ക അനുമതി നൽകിയിരിക്കുന്നു. ഇതിന് സമാനമായിരിക്കുന്ന ഒരു സാഹചര്യം ഈ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി ഇസ്രായേൽ സന്ദർശിച്ച സമയത്ത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു ആവശ്യപ്പെട്ട ഒരു റിക്വസ്റ്റ് ആയിട്ട് പറഞ്ഞത് തങ്ങളുടെ സുരക്ഷിത മേഖല കവർന്നിരിക്കുന്നു, ആക്രമിച്ചിരിക്കുന്നു എന്നതിനാൽ തങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി പാലസ്തീനെ ആക്രമിക്കാൻ നിങ്ങൾ അനുമതി നൽകണം എന്നുള്ളതായിരുന്നു അയാൾ റിക്വസ്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നത്. അതിന് പിന്നീട് അനുമതി നൽകപ്പെട്ടു. നിങ്ങൾക്ക് ഈ പാലസ്തീനെ ആക്രമിക്കാനുള്ള അംഗീകാരമുണ്ട്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നിങ്ങൾ പറയുന്നതാണ് ന്യായം. നിങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ചാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും സുരക്ഷിതം എന്ന നിലക്ക് നിങ്ങൾക്ക് ആക്രമിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നു. അപ്പോൾ അമേരിക്കയാണ് പാലസ്തീനിലെ ആക്രമിക്കാൻ വേണ്ടി റഷ്യക്ക് അനുമതി നൽകിയിരിക്കുന്നത്. സമാനമായിരിക്കുന്ന സാഹചര്യം ഇവിടെ നടക്കുന്നു. ഉക്രൈന് അമേരിക്ക അനുമതി നൽകിയിരിക്കുന്നത് റഷ്യ ആക്രമിക്കാൻ. രണ്ടും ഏറെക്കുറെ തുല്യമാണ്. മാത്രമല്ല രണ്ട് ഭാഗത്തും നിൽക്കുന്നത്, ശത്രുപക്ഷത്ത് നിൽക്കുന്നത് അമേരിക്കയാണ് എന്നുള്ളതും റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സംബന്ധിച്ചിടത്തോളം പറയുന്ന ഒരു ഏകാധിപതിയാണ്, പ്രതിപക്ഷത്തെ ഇല്ലാതാക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എതിർക്കാൻ വേണ്ടി ഒരു വ്യക്തി പോലും ഇല്ലാത്ത രീതിയിൽ വളരെ ക്ലീൻ ഷീട്ടാക്കിയിട്ട് ആ പ്രദേശത്തെ മാറ്റിയിരുന്നു. പരമാവധി പ്രതിപക്ഷ നേതാക്കളൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്യുകയോ കൊലപ്പെടുത്തുകയോ ചെയ്തു. അദ്ദേഹത്തിന് എതിരെ സംസാരിച്ചിരുന്ന ഒരു സൈനിക മേധാവി, അത് പ്രൈവറ്റ് സൈനിക മേധാവി, ഈ വാഗ്നർ ഗ്രൂപ്പിന്റെ തലവൻ പ്രിഗോഷിനെ ഒരു
വിമാന അപകടത്തിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത്. അത് യഥാർത്ഥത്തിൽ റഷ്യയുടെ സൈന്യം ചെയ്തെന്നൊക്കെ അന്ന് പറയപ്പെട്ടതാണ്. അതായത് എതിർക്കുന്നവരെയോ അല്ലെങ്കിൽ വിമർശിക്കുന്നവരെയോ ഇല്ലാതാക്കുക എന്നുള്ളത് വ്ളാഡിമിർ പുടിന്റെ ഒരു പ്രത്യേക വരയ്ക്കുന്ന ഒരു രാഷ്ട്രീയ ശൈലിയാണ് എന്നതിനാൽ അദ്ദേഹം ആണവായുധം പ്രയോഗിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരാമർശം പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ടതാണ് എന്ന് നാറ്റോ സഖ്യത്തിലെ ചില രാജ്യങ്ങൾ പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ട് ഇതിനിടെ പുറത്തു വന്നതാണ്. നാറ്റോയുമായിട്ട് തുറന്നൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ മേഖല വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ ഉണ്ടാവുമെന്ന് മാത്രമല്ല, അതൊരു മൂന്നാം ലോക യുദ്ധത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോകും. അപ്പൊ ചൈന ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ അഭിപ്രായങ്ങളും നിലപാടുകളും ശ്രദ്ധിക്കേണ്ടതാണ്. കൊറിയ ഓൾറെഡി റഷ്യയോടൊപ്പമാണ്, അതോടൊപ്പം തന്നെ ഇറാൻ റഷ്യയോടൊപ്പമാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു മേഖലാ യുദ്ധത്തിന്റെ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. രണ്ടാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത തുർക്കി അടക്കം ഇറാനോടും റഷ്യയോടും ഒപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിലൊക്കെ പല ഘട്ടങ്ങളിലും നടന്നിരിക്കുന്ന അക്രമത്തെയും വംശീയ പ്രശ്നങ്ങളെയും ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയത്തിലൊക്കെ നേരിട്ട് ഇടപെടുന്ന സമയത്തൊക്കെ മൗനം പാലിച്ച രാജ്യങ്ങളാണ് പല ഘട്ടങ്ങളിലും തുർക്കി എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് കൃത്യവും വ്യക്തമായിരിക്കുന്ന അവരുടെ നിലപാട് പറഞ്ഞത്. ഈ നിലപാട് വലിയ രീതിയിൽ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ളത് അമേരിക്കക്ക് തിരിച്ചറിയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരു മേഖലാ യുദ്ധത്തിൽ വിജയിക്കാത്ത, അതായത് ഇത്രയും കാലത്തിനിടയിൽ വിജയിക്കാത്ത ഒരു യുദ്ധമായി പര്യവസാനിച്ചത് 2 യുദ്ധമാണ്. ഒന്ന് പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ടും 2 ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ടും. 2.5 വർഷമായി അവിടെ യുദ്ധം ചെയ്യുന്നു. ഒന്നുകിൽ റഷ്യയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഉക്രൈനും അമേരിക്കൻ സൈന്യത്തിനും സാധിക്കണം, അവർക്ക് അത് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ ഇസ്രായേലില് പാലസ്തീനെ ഹമാസിനെയോ അല്ലെങ്കിൽ ആ എതിർക്കുന്ന വിഭാഗത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലിന് ജയിക്കാൻ വേണ്ടി സാധിക്കണം, അതും സാധിക്കുന്നില്ല. അതിനപ്പുറമായ രീതിയിൽ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഹൂത്തികളുമായി മുഖാമുഖം ഏറ്റുമുട്ടപ്പെടുന്ന സൈനിക വിഭാഗമാണ് അമേരിക്കയും ബ്രിട്ടനും. അവരും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ആ മേഖലയിലൂടെയുള്ള യാത്ര സുഖകരമല്ല, വലിയ പ്രയാസം ഉണ്ടാക്കുന്നതാണ്. അത് പരമാവധി കപ്പൽ കമ്പനികളൊക്കെ ആ മേഖലയിലുള്ള യാത്ര തന്നെ ഒഴിവാക്കിയിരിക്കുകയാണ്. ഒന്നുകിൽ വെടിവെപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ തീവെപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ആക്രമണം ഉണ്ടാവും, അല്ലെങ്കിൽ ഡ്രോൺ അയക്കും. അങ്ങനെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയോ അത് കണ്ടുപിടിക്കാനോ വേണ്ടിയിട്ടോ അമേരിക്കയുടെ നാവിക സംവിധാനത്തിനോ ബ്രിട്ടന്റെ നാവിക സംവിധാനത്തിനോ സാധിക്കുന്നില്ല. അവരുടെ കപ്പലിൽ തന്നെ ആക്രമിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകും. ഇങ്ങനെയാണ് അതിന്റെ റൂട്ട് രീതികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിലാണ് ഇപ്പോൾ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കണിശമായിരിക്കുന്ന നിലപാടിലേക്ക് റഷ്യയുടെ ഭാഗത്തു നിന്ന് അഭിപ്രായങ്ങൾ ഉയർന്നതോടുകൂടി ആ മേഖല വീണ്ടും വലിയ രീതിയിൽ രൂക്ഷമായിരിക്കുന്ന യുദ്ധത്തിലേക്ക് എത്തുമെന്നുള്ള ഏറെക്കുറെ ഉറപ്പാണ്. പല ഘട്ടങ്ങളിലും ഈ വിഷയത്തിൽ മധ്യസ്ഥ ശ്രമത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഇടപെടലുകൾ നടത്തിയിരുന്നു. ഇറാനോട് ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി ഉക്രൈൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇറാൻ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. അത് ഇബ്രാഹിം റൈസിന്റെ മരണത്തിന്റെ മുൻപായിട്ട് ഇബ്രാഹിം റൈസുമായിട്ട് നേരിട്ടുകൊണ്ടാണ് ഈ ഉക്രൈൻ പറഞ്ഞത്, വലിയ പ്രതിസന്ധി വലിയ വിഷയങ്ങളും തങ്ങൾക്കും തങ്ങളുടെ ജനങ്ങൾക്കും ഉണ്ടാകുന്നു എന്നതിനാൽ നിങ്ങളുമായിട്ട് വലിയ സൗഹൃദ ബന്ധം ഉണ്ടാക്കുന്ന രാജ്യം എന്ന നിലക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രശ്ന പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളത്. ആ കാര്യങ്ങളൊന്നും വ്യക്തമാവാത്തതിനാൽ അല്ലെങ്കിൽ ഒരു പൂർണ്ണത ഇല്ലാത്തതോടനുബന്ധിച്ച് ഉക്രൈൻ തുർക്കിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഉർദുഖാനുമായിട്ട് ഈ വിഷയത്തിൽ നേരിട്ട് സംസാരിച്ചു എന്നും തുർക്കിയുടെ പ്രതിനിധിയെ ഉക്രൈന്റെ പ്രതിനിധിയെ തുർക്കിയിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് സംസാരിപ്പിച്ചു എന്ന് 2 അഭിപ്രായം ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവര് ഈ വിഷയത്തിൽ ഇടപെടാം, സംസാരിക്കാം എന്നും പറഞ്ഞിരുന്നു. അത് ഇടപെട്ട് സംസാരിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. ആദ്യഘട്ടത്തിൽ ഈ വിഷയത്തിൽ ഇടപെട്ടത് സൗദി അറേബ്യയായിരുന്നു. സൗദി അറേബ്യയുടെ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജാവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മകനായിരിക്കുന്ന ഇപ്പോഴത്തെ ഭരണാധികാരി മുഹമ്മദ് ബിൻ സൽമാനാണ് ഈ വിഷയം നേരിട്ട് കൊണ്ട് സംസാരിച്ചത്. അന്ന് റഷ്യയുടെ പ്രതിനിധി മാത്രം എത്തിയിട്ടില്ല. ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട 40ഓളം രാജ്യങ്ങളുടെ പ്രതിനിധി പങ്കെടുക്കുകയും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ റഷ്യയുടെ പ്രാതിനിധ്യം ഇല്ലെങ്കിൽ പോലും റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ വ്ളാഡിമിർ പുടിൻ അന്ന് സൗദി ഭരണാധികാരിയുമായിട്ട് സംസാരിച്ചു എന്ന രീതിയിൽ റിപ്പോർട്ട് വന്നു. അതിന് 2 നിർദ്ദേശങ്ങൾ 2 രാജ്യം നൽകിയതോടുകൂടി സൗദി അറേബ്യക്ക് ഈ മേഖലയിൽ ഈ വിഷയത്തിൽ ഇടപെടാൻ പറ്റാത്ത രീതിയിലുള്ള വിഷയങ്ങളാണ് ഉണ്ടായത്. റഷ്യ പറയുന്ന കാര്യം, പിടിച്ചെടുത്ത ഭൂപ്രദേശത്തിൽ നിന്ന് തങ്ങൾ ഒഴിഞ്ഞു മാറുകയില്ല. ആ പ്രദേശം തങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ റഷ്യയോട് കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്, തങ്ങളുടെ ഭൂപ്രദേശമാണ്. ഒരുപാട് ഗ്രാമങ്ങളെ പിടിച്ചെടുത്തിട്ടുണ്ട്, 10-15 ഗ്രാമങ്ങളിലധികം പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ പ്രദേശങ്ങൾ മുഴുവനും തങ്ങളുടെ ഭൂപ്രദേശത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു, അത് വിട്ടു നൽകില്ല എന്നുള്ളത്. അതോടനുബന്ധിച്ചപ്പോൾ ഉക്രൈന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ആ പ്രദേശങ്ങൾ മുഴുവൻ തങ്ങളുടെ ഭൂപ്രദേശത്തിന്റെ ഭാഗമാണ്, അവർ തങ്ങളുടെ ഭൂമി ഇങ്ങോട്ട് കയ്യേറിയതാണ്. അപ്പൊ ആ പ്രദേശം അവർക്ക് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞാൽ യാതൊരു ന്യായമില്ല.
അത് തെറ്റായിരിക്കുന്ന കീഴ്വഴക്കമാണ്, അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് ഉക്രൈൻ പറഞ്ഞതോടുകൂടി വിട്ടുകൊടുക്കുന്ന ഭൂപ്രദേശവുമായിട്ടും പിടിച്ചെടുക്കുന്ന ഭൂപ്രദേശവുമായിട്ടും ബന്ധപ്പെട്ട് ആ വിഷയങ്ങൾ ഉടക്കിയ കാരണത്താലാണ് സൗദി അറേബ്യക്ക് ആ നിലപാട്, ആ ഒരു മധ്യസ്ഥ ശ്രമം അവിടെ പരാജയപ്പെടാനുള്ള കാരണം. അതിനുശേഷം നടന്ന പല മധ്യസ്ഥ അഭിപ്രായങ്ങളും അങ്ങനെ തന്നെ അഭിപ്രായമായിട്ട് നിലനിൽക്കുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ പൂർണ്ണ തോതിലേക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കില്ല. അതിന്റെ കാര്യം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിരിക്കുന്ന അവരുടെ വിഷയം എന്ന് പറയുന്നത് പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശം വിട്ടു നൽകില്ല എന്നുള്ളത്. റഷ്യയും പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശം തങ്ങളുടെ ഭൂമിയാണ്, അതിൽ അവർക്ക് അവകാശം നൽകിയില്ല എന്ന് ഉക്രൈനും പറഞ്ഞതോടുകൂടി യുദ്ധം വീണ്ടും കണിശമാകുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളൊക്കെ പറയുന്നത്. ഉക്രൈൻ പിടിച്ചെടുത്ത ഗ്രാമങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നടത്തി അതിലെ 10ഓളം ഗ്രാമങ്ങൾ പിടിച്ചെടുത്തു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു വിജയം മുന്നേറ്റവും നിലവിലെ സാഹചര്യത്തിൽ റഷ്യക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ഇതൊരു ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് എന്നുകൂടി അന്താരാഷ്ട്ര മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുകയാണ്.